ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം 6th സെമസ്റ്റർ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിലെ മാർച്ച് 2023 നടന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അപ്പോൾ നമുക്കറിയാം 3 സെഷൻസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഫസ്റ്റ് സെഷൻ എയിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്യണം. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 മാർക്സ്. മൊത്തം ക്വസ്റ്റ്യൻസിന് ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് ഇതാണ് കിട്ടുക. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്യണം. അപ്പോൾ 15 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് 30 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഓവറോൾ സീലിംഗ് 25 മാർക്കാണ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്താലും നമ്മൾ നല്ല രീതിയിൽ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ മാർക്ക് നോക്കിയിട്ട് ടോട്ടൽ നിങ്ങൾക്ക് 25 മാർക്കാണ് സെഷൻ എയിൽ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ 25 മാർക്കല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ട് അറിയാത്ത ക്വസ്റ്റ്യൻസ് വിടുക, അങ്ങനെ ചെയ്യരുത്. മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതെന്താണെന്ന് കറക്റ്റ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയില്ലെങ്കിലും ജസ്റ്റ് അതുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യം അറിയുമെങ്കിൽ പോലും അത് എഴുതി വയ്ക്കുക. ഓക്കെ, അപ്പോൾ സെഷൻ എയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട് ഈസ് മീൻ ബൈ ഇൻറ്റേർണൽ ചെക്ക്? എന്താണ് ഇൻറ്റേർണൽ ചെക്ക്? ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. ഇൻറ്റേർണൽ ചെക്ക്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുകയാണെങ്കിൽ പേജ് നമ്പർ 191 അത് വരുന്നത്. ഞാൻ പറയുന്ന ടെക്സ്റ്റ് ബുക്ക് പ്രൊഫസർ എ അസൻകുട്ടി, ഡോക്ടർ അസ്ഹർ എ, ഇവരുടെ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, പേജ് നമ്പറാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ ചെക്കിൻ്റെ മീനിങ് തന്നിരിക്കുന്നത് പേജ് നമ്പർ 191. അപ്പോൾ ഇതിൽ പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഓതറൈസേഷൻ ഓഫ് അക്കൗണ്ടിംഗ് പ്രൊസീജിയർ എമംഗ്സ്റ്റ് ഫേംസ് സ്റ്റാഫ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ വർക്ക് ഡൺ ബൈ വൺ ഓഫ് ദ സ്റ്റാഫ് ഈസ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ അനദർ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് ചെയ്ത വർക്ക് മറ്റൊരു സ്റ്റാഫ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് ഒരു സ്റ്റാഫ് ചെയ്ത് വെച്ചിരിക്കുന്ന വർക്ക് കറക്റ്റ് ആണോ എന്ന് മറ്റൊരു സ്റ്റാഫ് ഓട്ടോമാറ്റിക്കായിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നു. ഇതിനെയാണ് ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ഇൻറ്റേർണൽ ചെക്ക് എന്ന് ക്ലിയർ ആയിട്ട് പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഓഡിറ്റ് എന്താണ്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ കൺട്രോൾ എന്താണ്, ഇതൊക്കെ 2 മാർക്ക് സെഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഇൻസൈഡർ ട്രേഡിംഗ്? ഓക്കെ, എന്താണ് ഇൻസൈഡർ ട്രേഡിംഗ്? ഓക്കെ, അപ്പോൾ ഇത് കോർപ്പറേറ്റ് ഗവേണൻസ്, നമുക്കറിയാം ഓഡിറ്റിങ്ങിൻ്റെ ടെക്സ്റ്റിനെ 2 ഭാഗമാക്കി തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഡിറ്റിങ്ങിൻ്റെ ഭാഗവും പിന്നെ വരുന്നത് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഭാഗമാണ്. അതിൽ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യമാണ് വാട്ട് ഈസ് മീൻ ബൈ ഇൻസൈഡർ ട്രേഡിംഗ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 285 ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസൈഡർ ട്രേഡിംഗ് എന്താണെന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് പറയാം, ഇതൊരു ഇല്ലീഗൽ ആൻഡ് അൺഎത്തിക്കൽ ആക്ടിവിറ്റിയാണ്. ഓക്കെ, ഇല്ലീഗൽ ആൻഡ് അൺഎത്തിക്കൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇൻസൈഡർ ട്രേഡിംഗ് ഈസ് ആൻ അൺലോഫുൾ ആക്ട് വെൻ ദ ഇൻസൈഡേഴ്സ് ആർ യൂസിങ് ദ അൺപബ്ലിഷ്ഡ് ഇൻഫർമേഷൻ ഫോർ ദെയർ സെൽഫ് ബെനിഫിറ്റ്. അതായത് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളെയാണ് ഇൻസൈഡേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഇൻസൈഡേഴ്സ് എന്ത് ചെയ്യണം, ഓർഗനൈസേഷനിലെ അല്ലെങ്കിൽ കമ്പനിയിലെ അൺപബ്ലിഷ്ഡ് ഇൻഫർമേഷൻസ് ഉണ്ടാവും. അതായത് പബ്ലിഷ് ചെയ്യാതെ കമ്പനിയിലുള്ളവർ രഹസ്യമായി സൂക്ഷിക്കേണ്ട ചില ഇൻഫർമേഷൻസ്, അത്തരത്തിലുള്ള അൺപബ്ലിഷ്ഡ് ഇൻഫർമേഷൻസ് അവരുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ സെൽഫ് ബെനിഫിറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ, ഓർഗനൈസേഷനിലുള്ള സീക്രട്ട് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അൺപബ്ലിഷ്ഡ് ഇൻഫർമേഷൻസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഇൻസൈഡേഴ്സ് അവരുടെ സെൽഫ് ബെനിഫിറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇതിനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുക. അപ്പോൾ ഒരു 2 മാർക്കിന് ചോദിക്കുമ്പോൾ കുറച്ച് ലൈൻസ് കൂടി നിങ്ങൾ എഴുതണം. അപ്പോൾ ഇൻസൈഡേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് അതിൽ ഉൾപ്പെടുക എന്നുകൂടി നിങ്ങൾക്ക് ഇതിൽ ചേർത്താം. ഡയറക്ടേഴ്സ്, മാനേജേഴ്സ്, എംപ്ലോയീസ്, ഓഫീസേഴ്സ്, ഇവരൊക്കെയാണ് ഓർഗനൈസേഷനിൽ ഇൻസൈഡേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസൈഡർ ട്രേഡിംഗ് 2 മാർക്ക് സെഷനിൽ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ 2 മാർക്ക് സെഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഗ്രീൻ ഗവേണൻസ്, അതുപോലെ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം, ക്ലാസ് ആക്ഷൻ സ്യൂട്ട്സ്, വിസിൽ ബ്ലോയിങ്. ഇതൊക്കെ 2 മാർക്ക് സെഷനിൽ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കാം. ഓക്കെ, മൂന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് വാട്ട് ഈസ് കോർപ്പറേറ്റ് ഗവേണൻസ്? എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ്? അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മീനിങ് ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക. കോർപ്പറേറ്റ് ഗവേണൻസ് മീൻസ് ദ മെത്തേഡ് ബൈ വിച്ച് കോർപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ പ്രൊസീജിയർ ഈസ് ഫോളോഡ് ഫോർ പ്രൊവൈഡിംഗ് ജസ്റ്റിസ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എംപ്ലോയീസ്, കൺസ്യൂമേഴ്സ്, സപ്ലയേഴ്സ് ആൻഡ് സൊസൈറ്റി. അതായത് ഓർഗനൈസേഷനിലുള്ള ഷെയർ ഹോൾഡേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എംപ്ലോയീസ്, കൺസ്യൂമേഴ്സ്, അതുപോലെ ഓർഗനൈസേഷൻ്റെ പുറത്ത് നിൽക്കുന്ന സപ്ലയേഴ്സ്, സൊസൈറ്റി, ഇവർക്കൊക്കെ ഒരു ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കോർപ്പറേറ്റ് അഥവാ ഒരു ബിസിനസ് ഫേം വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്, നല്ല രീതിയിൽ വേണം കോർപ്പറേറ്റ് ചെയ്യാൻ. അതായത് ഈ
പറയുന്ന വ്യക്തികളോടൊക്കെ ജസ്റ്റിസ് കാണിച്ചുകൊണ്ടായിരിക്കണം, നീതി കാണിച്ചുകൊണ്ടായിരിക്കണം ഒരു കോർപ്പറേറ്റ് ബിസിനസ് സ്ഥാപനം വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്? ഓക്കെ, എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്നാണ് നാലാമത്തെ ചോദ്യം. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഓഡിറ്റ് ആണ്. സർട്ടൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എൻ്റർപ്രൈസസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ സ്റ്റാറ്റ്യൂട്ട്സ്. അതായത് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസും എൻ്റർപ്രൈസസും ഒക്കെ സ്റ്റാറ്റ്യൂട്ട്സാൽ രൂപപ്പെട്ടതാണ്. ഓഡിറ്റ് ഓഫ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ക്യാരിഡ് ഔട്ട് കമ്പൽസറിലി അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദ സ്റ്റാറ്റ്യൂട്ട് ഓർ ലോ ഓഫ് ഓഡിറ്റ് ഓഫ് ദ അക്കൗണ്ട്സ് ഓഫ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ടേംഡ് ആസ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. അതായത് ഈ സ്റ്റാറ്റ്യൂട്ടുകളാൽ രൂപപ്പെട്ട ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ എൻ്റർപ്രൈസസ് നിർബന്ധമായിട്ടും ഓഡിറ്റ് ചെയ്തിരിക്കണം. അവർക്ക് ഓഡിറ്റ് കമ്പൽസറിയാണ്. അപ്പോൾ ഇത്തരത്തിൽ കമ്പൽസറി ആയിട്ട് നിർബന്ധമായിട്ടും ഓഡിറ്റ് ചെയ്യേണ്ട സ്ഥാപനങ്ങൾ, അതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുന്നത്. അതായത് സ്റ്റാറ്റ്യൂട്ടാൽ നിർമ്മിക്കപ്പെട്ട ചില എൻ്റർപ്രൈസസ് അവർ തീർച്ചയായിട്ടും കമ്പൽസറിലി ഓഡിറ്റ് ചെയ്തിരിക്കണം. അതിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എറർ ഓഫ് പ്രിൻസിപ്പിൾ? എന്താണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ? അപ്പോൾ നമ്മളിത് ഓഡിറ്റിങ്ങിൻ്റെ ക്ലാസ്സസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ നമ്മളെ ചാനലിൽ. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഓൾറെഡി 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു വീഡിയോയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫസ്റ്റ് ഓർ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ നമ്മൾ എന്താണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പഠിക്കാൻ 2 മാർക്ക് സെഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് പ്രിൻസിപ്പിൾ, ഇതെല്ലാം ക്ലിയർ ആയിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ എന്താണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് നോക്കാം. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ അറൈസ് വെൻ എൻട്രീസ് ആർ റെക്കോർഡഡ് അഗെയിൻസ്റ്റ് ദ അക്സെപ്റ്റഡ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടൻസി. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതായത് അക്കൗണ്ടൻസിയിൽ ചില അക്സെപ്റ്റഡ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഓക്കെ, ആ ഒരു പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ എൻട്രീസ് ഒക്കെ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് ഒന്നും ഫോളോ ചെയ്യാതെ ഈ പ്രിൻസിപ്പിൾസിനൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ട് എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾസും താഴെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക കേട്ടോ. എറർ ഓഫ് ഒമിഷൻ എന്താണ്, എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് പ്രിൻസിപ്പിൾ, ഇതൊക്കെ 2 മാർക്ക് സെഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്? മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഓഡിറ്റാണ്. ഇതൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് പറയാം ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഓഡിറ്റ് എന്ന് പറയാം. അതുപോലെ ഇതെന്താണ്, ഇതൊരു റീസെൻറ്റ് ഒറിജിനാണ്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഹാസ് എ റീസെൻറ്റ് ഒറിജിൻ. അപ്പോൾ ഈയിടെ ആയിട്ട് വന്ന ഒരു ടൈപ്പ് ഓഫ് ഓഡിറ്റാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. അപ്പോൾ ഇതെന്താണെന്ന് താഴത്തെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഷുഡ് ബി എ ടൂൾ ഫോർ ഇവാലുവേഷൻ ഓഫ് ദ മെത്തേഡ്സ് ആൻഡ് പെർഫോമൻസ് ഇൻ ആൾ ഏരിയാസ് ഓഫ് ദ എൻ്റർപ്രൈസ്, ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. ഓക്കെ, അതായത് ഓർഗനൈസേഷൻ്റെ എല്ലാ ഏരിയയിലുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് ഓഡിറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്താണെന്ന് ചോദിച്ചു, മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ ടൈപ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനിൽ വരുന്ന എല്ലാ ഓഡിറ്റും നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 2 മാർക്ക് സെഷനിൽ, 5 മാർക്ക് സെഷനിൽ, 10 മാർക്ക് സെഷനിലൊക്കെ ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ഡൗൺ ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിലൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ്. പ്രൈമറി ഒബ്ജക്റ്റീവ്സും സെക്കൻഡറി ഒബ്ജക്റ്റീവ്സും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ക്ലിയർ ആയിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രൈമറി ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഞാനത് എന്താണെന്ന് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ നിങ്ങളത് പോയി കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ടു വെരിഫൈ ദ ട്രൂത്ത് ആൻഡ് ഫെയർനെസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ടു വെരിഫൈ ദ ട്രൂത്ത് ആൻഡ് ഫെയർനെസ് ഓഫ് ബാലൻസ് ഷീറ്റ്, അഡിക്വസി ആൻഡ് റിലയബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ ഷോൺ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, മെയിൻ്റനൻസ് ഓഫ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്, മെയിൻ്റനൻസ് ആൻഡ് അക്യുറസി ഓഫ് ആൾ ഡോക്യുമെൻറ്റ്സ്, വൗച്ചേഴ്സ് ആൻഡ് എവിഡൻസസ് സപ്പോർട്ടിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഓക്കെ, നമ്മൾ എന്താണെന്ന് പറഞ്ഞാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രൂ ആൻഡ് ഫെയർ ആണോ നോക്കുക, അതുപോലെ ബാലൻസ് ഷീറ്റ് ട്രൂ ആൻഡ് ഫെയർ ആണോ നോക്കുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആൻഡ് ഫെയർ ആണോ നോക്കുക, എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും വൗച്ചേഴ്സും ഡോക്യുമെൻറ്റ്സും എവിഡൻസും ഒക്കെ പ്രോപ്പറായിട്ടല്ലേ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നോക്കുക. ഇതൊക്കെയാണ് ഓഡിറ്റിങ്ങിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളത് ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക. പ്രൈമറി ഒബ്ജക്റ്റീവ്സും സെക്കൻഡറി ഒബ്ജക്റ്റീവ്സും ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് വിസിൽ ബ്ലോയിങ്? ഇതും നമ്മളെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളൊരു സെഷനിൽ ഒന്നാണ്. എന്താണ് വിസിൽ ബ്ലോയിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് മുന്നേ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു സെഷനാണ് വിസിൽ ബ്ലോയിങ് ഒക്കെ എന്താണെന്ന് 2 മാർക്കിന് തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കാം. അപ്പോൾ എന്താണ് വിസിൽ ബ്ലോയിങ് എന്ന് നോക്കാം.
It is the act of reporting malpractices within an organization to the internal or external parties. Internal whistleblowing includes reporting of malpractices to the internal persons or authorities. External whistleblowing includes reporting of malpractices to the regulators or media external to the organization. അതായത് ഓർഗനൈസേഷൻ്റെ ഉള്ളിലുണ്ടാകുന്ന ചില മാൾ പ്രാക്ടീസസ്, അതായത് അൺഎത്തിക്കൽ അല്ലെങ്കിൽ അൺലോഫുൾ ആയിട്ടുള്ള ചില ആക്ടിവിറ്റീസ്, അത് ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഒരു വ്യക്തി റിപ്പോർട്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ വിസിൽ ബ്ലോയിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഒരു വ്യക്തി അതിൻ്റെ ഉള്ളിൽ മറ്റേതെങ്കിലും എംപ്ലോയീസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്തെങ്കിലും മാൾ പ്രാക്ടീസസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് അൺഎത്തിക്കൽ ഓർ അൺലോഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നു. അത് രണ്ട് രീതിയിൽ റിപ്പോർട്ട് ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഇൻറ്റേർണൽ വിസിൽ ബ്ലോയിങ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ വിസിൽ ബ്ലോയിങ്. ഇൻറ്റേർണൽ വിസിൽ ബ്ലോയിങ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെയുള്ള വേറെ ആളുകളോട് റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതോറിറ്റീസിനോട് റിപ്പോർട്ട് ചെയ്യുക. അതിനാണ് ഇൻറ്റേർണൽ വിസിൽ ബ്ലോയിങ് എന്ന് പറയുക. എക്സ്റ്റേണൽ വിസിൽ ബ്ലോയിങ് എന്ന് പറഞ്ഞാലോ ഓർഗനൈസേഷൻ്റെ പുറത്തുള്ള വ്യക്തികളോട്, അതായത് ഇപ്പോൾ മീഡിയ ആകാം അല്ലെങ്കിൽ റെഗുലേറ്റേഴ്സ് ആവാം, അതായത് ഇപ്പോൾ പോലീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മീഡിയനെ അറിയിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ വിസിൽ ബ്ലോയിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ വിസിൽ ബ്ലോയിങ് വളരെ സിമ്പിളാണ് പഠിക്കുക. അപ്പോൾ എന്താണെന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി 9ാമത്തെ ചോദ്യമാണ് വാട്ട് ഈസ് CGR? എന്താണ് CGR? CGR എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് റേറ്റിംഗ്. ഓക്കെ, അതിൻ്റെ ഷോർട്ടായിട്ട് പറഞ്ഞിരിക്കുകയാണ് CGR, കോർപ്പറേറ്റ് ഗവേണൻസ് റേറ്റിംഗ്. കോർപ്പറേറ്റ് ഗവേണൻസ് റേറ്റിംഗ് ഈസ് ദ ഇവാലുവേഷൻ ഓർ അസസ്മെൻറ്റ് ഓഫ് ദ സിസ്റ്റം ത്രൂ വിച്ച് ആൻ ഓർഗനൈസേഷൻ ഈസ് മാനേജ്ഡ്. ഓക്കെ, അതായത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനിയെ മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും അല്ലേ, കമ്പനിയെ മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും. ആ ഒരു സിസ്റ്റത്തെ ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അസസ്മെൻറ്റ് ചെയ്യുക, അസസ് ചെയ്യുക, അത് എത്രത്തോളം നല്ല രീതിയിലാണ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് അതിനെ ഇവാലുവേറ്റ് അല്ലെങ്കിൽ അസസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് റേറ്റിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ പേര് പോലെ തന്നെ നമ്മൾ ഓർഗനൈസേഷനെ മാനേജ് ചെയ്യുന്ന സിസ്റ്റത്തിന് റേറ്റിംഗ് കൊടുക്കുകയാണ്. അതായത് അത് അതിൻ്റെ പ്രവർത്തനം എത്രത്തോളമാണ് എന്ന് ഇവാലുവേറ്റ് അല്ലെങ്കിൽ അസസ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ചൂസ് മോർ അപ്രോപ്രിയേറ്റ് ചോയ്സ് ബേസ്ഡ് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ് റേറ്റിംഗ് വൈൽ മേക്കിംഗ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അതായത് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഇത്തരത്തിൽ ഇവാലുവേറ്റ് അല്ലെങ്കിൽ അസസ് ചെയ്തിട്ട് അതിനനുസരിച്ച് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കോർപ്പറേറ്റ് ഗവേണൻസ് റേറ്റിംഗ് CGR. അടുത്ത 10ാമത്തെ ചോദ്യമാണ് വാട്ട് ഡു യു മീൻ ബൈ ഗ്രീൻ ഗവേണൻസ്? ഇത് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഗ്രീൻ ഗവേണൻസ് എന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 2 മാർക്ക് സെഷനിൽ. അപ്പോൾ എന്താണ് ഗ്രീൻ ഗവേണൻസ് എന്ന് നോക്കാം. ബേസിക് ഐഡിയ ഈസ് സസ്റ്റൈനബിലിറ്റി വിത്തൗട്ട് മച്ച് പ്രഷർ ഓൺ ദ എൻവയോൺമെൻറ്റ്. അതായത് പ്രകൃതിക്ക് എൻവയോൺമെൻറ്റിന് അധികം പ്രഷർ കൊടുക്കാതെ സസ്റ്റൈനബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗ്രീൻ ഗവേണൻസിൻ്റെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ബേസിക് ഐഡിയ. ഓക്കെ, ഗ്രീൻ ഗവേണൻസ് ഈസ് എ സിസ്റ്റമാറ്റിക് ലൈഫ് സൈക്കിൾ അപ്രോച്ച് ഫോർ എൻഷുറിംഗ് ദ സസ്റ്റൈനബിലിറ്റി ഓഫ് ദ ബിസിനസ്. ഓക്കെ, അതായത് ബിസിനസ്സിനെ അവിടെ സസ്റ്റെയിൻ ചെയ്യണം, പക്ഷേ എന്ത് ചെയ്യരുത്, അത് എൻവയോൺമെൻറ്റിന് ദ്രോഹിച്ചുകൊണ്ടാകരുത്. അതായത് പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കണം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഗ്രീൻ ഗവേണൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക. മെയിനായിട്ട് പറയേണ്ടത് ഇതാണ്, സസ്റ്റൈനബിലിറ്റി വിത്തൗട്ട് മച്ച് പ്രഷർ ഓൺ ദ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിന് അധികം പ്രഷർ കൊടുക്കാതെ സസ്റ്റൈനബിലിറ്റി കീപ്പ് ചെയ്യുക. ഓക്കെ, അതാണ് ഗ്രീൻ ഗവേണൻസ്. 11ാമത്തെ ചോദ്യം വാട്ട് ഈസ് ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ്? എന്താണ് ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് എന്നുള്ളതാണ് 11ാമത്തെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലോസ് 49 ലിസ്റ്റിംഗ് എഗ്രിമെൻ്റ് ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ലോസ് 49 ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് ഈസ് വൺ ഓഫ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് കുമാരമംഗലം ബിർള കമ്മിറ്റി ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ്. ഓക്കെ, അതായത് കുമാരമംഗലം ബിർള കമ്മിറ്റി കോർപ്പറേറ്റ് ഗവേണൻസിന് നൽകിയ ഒരു കോൺട്രിബ്യൂഷനാണ് എന്ത്, ക്ലോസ് 49 ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ്. Okay, this is one of the mechanism for ensuring transparency and accountability of the Indian corporate sector towards the stakeholders. Okay, അതായത് ഇതെന്ത് എൻഷുർ ചെയ്യുന്നുണ്ട്, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. ആർക്കുള്ള ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഓഫ് ദ ഇന്ത്യൻ കോർപ്പറേറ്റ് സെക്ടർ ടുവാർഡ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് ഇന്ത്യൻ കോർപ്പറേറ്റ് സെക്ടറിന് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടുള്ള ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി എൻഷുർ ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്ലോസ് 49 ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ്. 12ാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ റോൾ ഓഫ് ആൻ ഓഡിറ്റ് കമ്മിറ്റി? ഒരു ഓഡിറ്റ് കമ്മിറ്റിയുടെ റോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The audit committee is entrusted with the authority to supervise the process of financial reporting of the enterprise, including issues related to audit function, review of financial policies, risk management policies, etc. Okay, അതായത് ഓഡിറ്റ് കമ്മിറ്റി എന്താണ്, എല്ലാ കാര്യങ്ങളും ഓർഗനൈസേഷനിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കാര്യമായിട്ട് ഓഡിറ്റ് കമ്മിറ്റി ചെയ്യുന്നത്. ഓക്കെ, ഓർഗനൈസേഷനിലുള്ള പ്രവർത്തനങ്ങളെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുക. അതിലേതൊക്കെ പ്രവർത്തനങ്ങൾ വരും, റിവ്യൂ ഓഫ് ഫിനാൻഷ്യൽ പോളിസീസിനെ റിവ്യൂ ചെയ്യുക, അതുപോലെ റിസ്ക് മാനേജ്മെൻറ്റ് പോളിസീസിനെ റിവ്യൂ ചെയ്യുക. ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ്സുകളെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഓഡിറ്റ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റോള്. ഓക്കെ,
ഇനി 13ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് സ്റ്റുവാർഡ്ഷിപ്പ് തിയറി? എന്താണ് സ്റ്റുവാർഡ്ഷിപ്പ് തിയറി എന്നുള്ളതാണ്. അപ്പോൾ ഇത് കോർപ്പറേറ്റ് ഗവേണൻസ് സെഷനിൽ വരുന്നതാണ്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസിലെ പ്രധാനപ്പെട്ട കുറച്ച് തിയറീസ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ തിയറീസും ക്ലിയർ ആയിട്ട് പഠിക്കുക. ഈ തിയറീസും അതുപോലെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മോഡൽസും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആയിട്ട് പഠിക്കുക. ഈ തിയറീസ് എന്തായാലും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ 5 മാർക്ക് സെഷനിൽ ചോദിക്കും, ചിലപ്പോൾ 10 മാർക്കിലും ചോദിക്കും. അതുപോലെ ഇതിലേതെങ്കിലും ഒരു തിയറി എടുത്തിട്ട് ഇതുപോലെ 2 മാർക്ക് സെഷനിലും ചോദിക്കാം. അപ്പോൾ സ്റ്റുവാർഡ്ഷിപ്പ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് സ്റ്റുവാർഡ്ഷിപ്പ് തിയറി. അണ്ടർ ദിസ് തിയറി മാനേജർ ആക്ട് ആസ് എ സ്റ്റുവാർഡ്. ഈ ഒരു തിയറിയിൽ മാനേജർ ഒരു സ്റ്റുവാർഡിനെ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, മാനേജേഴ്സ് ആർ ബേസിക്കലി മോട്ടിവേറ്റഡ് ബൈ ഓണേഴ്സ് ഇൻട്രസ്റ്റ്. മാനേജേഴ്സ് എന്താണ്? ഓണേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ചാണ് അവർ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതായത് ഓണറുടെ ഇൻട്രസ്റ്റ് എന്താണോ അതിനനുസരിച്ചാണ് മാനേജേഴ്സ് മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പ്രിൻസിപ്പാൾ ആൻഡ് മാനേജേഴ്സ് ആൾവേസ് കൺവേർജ്. ദ റോൾ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് ടു ഫെസിലിറ്റേറ്റ് ആൻഡ് എക്സ്പ്ലോർ. Managers have a great attachment towards the company. They focus on empowering the people and making the job more challenging and motivating. അപ്പോൾ ഇങ്ങനെയുള്ള മാനേജേഴ്സിന് എന്താണ്? ഓർഗനൈസേഷനോടൊരു പ്രത്യേക, കമ്പനിയോടൊരു പ്രത്യേക അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകും. വലിയ രീതിയിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് തന്നെ ഉണ്ടാകും. അവരെപ്പോഴും ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനെ എംപവർ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ശ്രമിക്കും. അതുപോലെ ഓർഗനൈസേഷനിലെ ജോബിനെയൊക്കെ വളരെ ചലഞ്ചിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് ജോബാക്കി മാറ്റാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഓണേഴ്സിൻ്റെ ഇൻട്രസ്റ്റാൽ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നവരായിരിക്കും മാനേജേഴ്സ്. ഓക്കെ, ഒരു മാനേജേഴ്സ് ഒരു സ്റ്റുവാർഡിനെ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തിയറിനെയാണ് നമ്മൾ സ്റ്റുവാർഡ്ഷിപ്പ് തിയറി എന്ന് വിളിക്കുന്നത്. ഓക്കെ, 14ാമത്തെ ചോദ്യമാണ് ഡിഫൈൻ ദ ടേം വെരിഫിക്കേഷൻ. വെരിഫിക്കേഷൻ എന്ന ടേമിനെ ഡിഫൈൻ ചെയ്യാനാണ്. അപ്പോൾ വെരിഫിക്കേഷൻ, അതുപോലെ വൗച്ചിങ്, റിക്കൺസിലിയേഷൻ, ഇതുപോലുള്ള ടേംസൊക്കെ ക്ലിയർ ആയിട്ട് പഠിക്കുക കേട്ടോ. പ്രത്യേകിച്ച് വെരിഫിക്കേഷൻ എന്താണ്, വൗച്ചിങ് എന്താണെന്നൊക്കെ 2 മാർക്ക് സെഷനിൽ വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വെരിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. The inspection of evidence or physical examination of the correctness of value and the existence of assets and liabilities is that they are actually in possession and held by the business on the date of balance sheet. This process is termed as verification of assets and liabilities. Okay, അതായത് ഓർഗനൈസേഷനിൽ വരുന്ന അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനെയൊക്കെ വെരിഫൈ ചെയ്യാം. ഓക്കെ, അതായത് ഈ ബാലൻസ് ഷീറ്റിൽ ട്രൂ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഉള്ളത്, അതൊക്കെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് തന്നെ അല്ലേ എന്ന് എക്സാമിൻ ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നടത്തുക. ഇതിനെയാണ് നമ്മൾ വെരിഫിക്കേഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റിൽ വരുന്ന അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസൊക്കെ വെരിഫൈ ചെയ്യുന്നു, അതിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കറക്റ്റ് അല്ലേ എന്ന് ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുക അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നടത്തുക. ഇതിനെയാണ് നമ്മൾ വെരിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു സെഷനിൽ വരുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഫിഫോ മെത്തേഡ്? ഈ ഫിഫോ മെത്തേഡ് അതുപോലെ തന്നെ ലിഫോ മെത്തേഡ് ഉണ്ട്, LIFO. ഓക്കെ, അപ്പോൾ ഈ ഫിഫോ ലിഫോ ഒക്കെ ക്ലിയർ ആയിട്ട് പഠിക്കുക. 2 മാർക്ക് സെഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫിഫോ അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. ഓക്കെ, അതുപോലെ ലിഫോ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ് കോസ്റ്റ് ഈസ് കമ്പ്യൂട്ടഡ് ഓൺ ദ അസംഷൻ ദാറ്റ് ഗുഡ്സ് നൗ ഇൻ ദ സ്റ്റോക്ക് റിപ്രസെൻറ്റ് ദ ലേറ്റസ്റ്റ് പർച്ചേസ്. ദ ഗുഡ്സ് ദാറ്റ് ആർ എൻറ്റേർഡ് ഫസ്റ്റ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ്. ഓക്കെ, അതായത് ഗുഡ്സ് ആദ്യം എൻ്റർ ചെയ്ത ഗുഡ്സ് ആദ്യം ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ, ആദ്യം എൻ്റർ ചെയ്ത ഗുഡ്സ് ആദ്യം ഇഷ്യൂ ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ കാര്യമായിട്ട് പറയേണ്ടത് അതാണ്. നമ്മൾ ഇപ്പോൾ നിലവിലുള്ള ഗുഡ്സ് അത് ലേറ്റസ്റ്റ് പേർച്ചേസിനെ റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, നിലവിലുള്ള ഗുഡ്സ് ലേറ്റസ്റ്റ് പേർച്ചേസിനെ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം വന്ന ഗുഡ്സിനെ നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന ഗുഡ്സ് ആയിരിക്കില്ല നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്യുന്നത്. ആദ്യം ഫസ്റ്റ് വന്ന ഗുഡ്സ് ഉണ്ടാവുമല്ലോ, അതിനെ ഫസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നു. ഈ ഒരു മെത്തേഡിനെയാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇതൊക്കെയാണ് 2 മാർക്ക് സെഷനിൽ ചോദിച്ച ചോദ്യങ്ങൾ. ഇനി നമുക്ക് സെഷൻ ബി നോക്കാം. ഓക്കെ, സെഷൻ ബി 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 5 മാർക്സ്, സീലിംഗ് 35 മാർക്സ്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് ഇതാണുള്ളത്. സീലിംഗ് ടോട്ടൽ 35 മാർക്കാണുള്ളത്. ടോട്ടൽ നമുക്ക് 8 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ 35 മാർക്കല്ലേ ടോട്ടൽ കിട്ടുള്ളൂ എന്ന് കരുതി നിങ്ങൾ 7 ചോദ്യം മാത്രം ആൻസർ ചെയ്യരുത്. മാക്സിമം 8 ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ അറിയെങ്കിൽ ഇപ്പോൾ ഒരു 3-4 ലൈൻ അറിയുള്ളെങ്കിൽ അത് നിങ്ങൾ എഴുതി വയ്ക്കാം. അപ്പോൾ മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻറ്റ് ഓഡിറ്റ് ടെക്നിക്സ്. പ്രധാനപ്പെട്ട ഓഡിറ്റ് ടെക്നിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കി ക്ലിയർ ആയിട്ട് റെഫർ ചെയ്യണം. ഇമ്പോർട്ടൻറ്റ് ഓഡിറ്റ് ടെക്നിക്സ്. ഓക്കെ,
ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ പറഞ്ഞ ടെക്സ്റ്റ് ആണെങ്കിൽ പേജ് നമ്പർ 73, 74 കറക്റ്റായിട്ട് അതിൻ്റെ വിത്ത് എക്സ്പ്ലനേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ പേര് മാത്രം ജസ്റ്റ് പറയുന്നുള്ളൂ. അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള മീനിങ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, പ്രധാനപ്പെട്ട ഓഡിറ്റ് ടെക്നിക്സ്: വൗച്ചിങ്, കൺഫർമേഷൻ, റിക്കൺസിലിയേഷൻ, അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫിസിക്കൽ എക്സാമിനേഷൻ, ടെസ്റ്റ് ചെക്കിംഗ്, സ്കാനിങ്, വെരിഫിക്കേഷൻ ഓഫ് ദ പോസ്റ്റിംഗ്, എൻക്വയറി, ഒബ്സർവേഷൻസ്. ഇനിയും ഒരുപാട് ഓഡിറ്റ് ടെക്നിക്സ് ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ചാണ്, ഒരു 10 പേരെങ്കിലും നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക. അതെന്താണെന്ന് മനസ്സിലാക്കി വെച്ചിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി 5 മാർക്കിന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പോയിന്റ് മാത്രം എഴുതിയിട്ട് കാര്യമില്ല, അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് 17ാമത്തെ ചോദ്യമാണ്. വാട്ട് ആർ ദ റീസൺസ് ഫോർ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം? ഞാൻ പറഞ്ഞു 2 മാർക്ക് സെഷനിലൊക്കെ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് മീൻ ബൈ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം. ഓക്കെ, അപ്പോൾ എന്താണ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം? അതിനുള്ള റീസൺസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്താണ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്ന് ജസ്റ്റ് ഒന്ന് എഴുതുക. ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സിംപ്ലി റെഫേഴ്സ് ടു ഷെയർ ഹോൾഡേഴ്സ് ഇൻ്റർവെൻഷൻ ഇൻ ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി. അതായത് കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ ഷെയർ ഹോൾഡേഴ്സ് ഇൻ്റർവെൻഷൻ നടത്തുക. ഷെയർ ഹോൾഡേഴ്സും കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുക. അതിനെയാണ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, കമ്പനിയുടെ അഫയേഴ്സിൽ ഷെയർ ഹോൾഡേഴ്സും ഇൻ്റർവീൻ ചെയ്യുന്നു, അവരും ഇടപെടുന്നു. ഇതിനെയാണ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്ന് വിളിക്കാം. ഇതിന് റീസൺസ് ഉണ്ട്. പ്രധാനമായിട്ട് 3 റീസൺസ് ആണ് പറയുന്നത്. അപ്പോൾ ഇതിന് ഞാൻ ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അടക്കം നിങ്ങൾ എഴുതണം. ഓക്കെ, എങ്കിലാണ് 5 മാർക്ക് കിട്ടുള്ളൂ. എന്തൊക്കെയാണ് റീസൺസ്? സെൽഫ് ഡീലിംഗ്, ഫ്രാജൈൽ മാനേജ്മെൻറ്റ്, ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി. ഇതൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസത്തിനുള്ള റീസൺസ്. ഇപ്പോൾ പോയിന്റ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി കൊടുക്കണം, എങ്കിലാണ് 5 മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് 17ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. ടെക്സ്റ്റ് ബുക്കിൽ നോക്കുകയാണെങ്കിൽ പേജ് നമ്പർ 291, 292, 293 ഈ പേജസിലായിട്ട് ഇതിൻ്റെ റീസൺസിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ക്ലിയർ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി 18ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് അറ്റ് ബാങ്ക്. ഓക്കെ, അപ്പോൾ വെരിഫിക്കേഷൻ എന്നുള്ളൊരു ചാപ്റ്ററിൽ ഒരുപാട് പല ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, ഇതൊക്കെ എങ്ങനെയാണ് വെരിഫൈ ചെയ്യുക, ഇതിൻ്റെയൊക്കെ വെരിഫിക്കേഷൻ പ്രോസസ്സ് ടെക്സ്റ്റിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെരിഫിക്കേഷനിൽ ഓരോന്നിൻ്റെയും വെരിഫിക്കേഷൻ എങ്ങനെയാണ് നടത്തുക നിങ്ങൾ പഠിക്കണം. അത് 5 മാർക്ക് സെഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ക്യാഷ് അറ്റ് ബാങ്കിൻ്റെ വെരിഫിക്കേഷൻ പ്രോസസ്സ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുകയാണെങ്കിൽ 18ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ പേജ് നമ്പർ 162 നിങ്ങളെ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക. അപ്പോൾ ഇവിടെ ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടേ ഉള്ളൂ, കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ എഴുതണം കേട്ടോ, 5 മാർക്ക് സെഷനിലായതുകൊണ്ട്. അപ്പോൾ ക്യാഷ് അറ്റ് ബാങ്കിനെ വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട സ്റ്റെപ്സ്: ഓഡിറ്റർ ഷുഡ് വെരിഫൈ പാസ്ബുക്ക് വിത്ത് ക്യാഷ് ബുക്ക്. ഓക്കെ, പാസ്ബുക്കിനെ ക്യാഷ് ബുക്കുമായിട്ട് ആദ്യം വെരിഫൈ ചെയ്യണം. ഹി ഷുഡ് കമ്പയർ പാസ്ബുക്ക് വിത്ത് BRS. പാസ്ബുക്കിനെ BRSുമായിട്ട് കമ്പയർ ചെയ്യണം. ഹി ഷുഡ് ഒബ്റ്റെയിൻ സർട്ടിഫിക്കറ്റ് റിഗാർഡിംഗ് ബാങ്ക് ബാലൻസ്. ബാങ്ക് ബാലൻസുമായിട്ട് ബാങ്ക് ബാലൻസ് റിഗാർഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഒബ്റ്റെയിൻ ചെയ്യണം. ഹി ഷുഡ് സി ഔട്ട്സ്റ്റാൻഡിംഗ് ചെക്ക് ആർ ജെന്യൂൻ. ഔട്ട്സ്റ്റാൻഡിംഗ് ചെക്കുകളൊക്കെ ജെന്യൂൻ അല്ലേ എന്ന് ഉറപ്പ് വരുത്തണം. ഇതൊക്കെയാണ് ക്യാഷ് അറ്റ് ബാങ്ക് വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സിൽ വരുന്നത്. അപ്പോൾ ടെക്സ്റ്റിൽ നോക്കി കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പഠിക്കുക. 5 മാർക്ക് ചോദിക്കുമ്പോൾ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം എഴുതാൻ. 19ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ബോർഡ് കമ്മിറ്റി? എക്സ്പ്ലെയിൻ ദ മേജർ ടൈപ്സ്. എന്താണ് ബോർഡ് കമ്മിറ്റി? അതിൻ്റെ പ്രധാനപ്പെട്ട ടൈപ്സ്. ഓക്കെ, ബോർഡ് കമ്മിറ്റി, അതിൻ്റെ പ്രധാനപ്പെട്ട ടൈപ്സ്. ഇത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞൊരു സെഷനിലാണ് വരുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് അതിൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ പേജ് നമ്പർ 283 കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക. അപ്പോൾ എന്താണ് ബോർഡ് കമ്മിറ്റി എന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് എഴുതാം. ബോർഡ് കമ്മിറ്റി ഈസ് എ കമ്മിറ്റി ഐഡൻറ്റിഫൈഡ് ഓർ ഫോംഡ് ബൈ ദ ബോർഡ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് സപ്പോർട്ടിംഗ് ദ ബോർഡ് വർക്ക്. ഓക്കെ, അതായത് ബോർഡ് നിർമ്മിച്ച ഒരു കമ്മിറ്റിയാണ് ബോർഡ് കമ്മിറ്റി. ഓക്കെ, ഇതെന്തിനാണ്? ബോർഡ് വർക്കിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിച്ച ഒരു കമ്മിറ്റിയാണ് ബോർഡ് കമ്മിറ്റി. ഇതിൻ്റെ ടൈപ്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 5 മാർക്ക് സെഷനിൽ. ഈ ബോർഡ് കമ്മിറ്റി എന്താണ്, അതിൻ്റെ ടൈപ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് 4 ടൈപ്സാണ് വരുന്നത്. ഫസ്റ്റ് ഓഡിറ്റ് കമ്മിറ്റിയാണ്. ബോർഡ് കമ്മിറ്റിയുടെ ഒരു ടൈപ്പാണ് ഓഡിറ്റ് കമ്മിറ്റി. ഇറ്റ് ഈസ് വൺ ഓഫ് ദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഫോർമുലേറ്റഡ് ബൈ ദി ബോർഡ്. ബോർഡ് ഫോർമുലേറ്റ് ചെയ്ത ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഓഡിറ്റ് കമ്മിറ്റി. അതിൻ്റെ ഫംഗ്ഷൻസ് എന്താണെന്ന് അവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. 5 മാർക്ക് സെഷനിലായതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതണം. അപ്പോയിൻമെൻറ്റ് ആൻഡ് റിമൂവൽ ഓഫ് എക്സ്റ്റേണൽ ഓഡിറ്റർ, ഒബ്സർവിംഗ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് പോളിസീസ് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ, കണക്ടിംഗ് ലിങ്ക് ബിറ്റ്വീൻ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റർ, പ്രോപ്പർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, പെർഫോമിംഗ് ഇന്റേണൽ കൺട്രോൾ, കംപ്ലിയൻസ് വിത്ത് ലോ ആൻഡ് പ്രൊസീജിയേഴ്സ്. രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് ബോർഡ് കമ്മിറ്റിയാണ് നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി. ഇറ്റ് ഈസ് എ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് ദ ബോർഡ്. ഇതും ബോർഡ് നിർമ്മിച്ച ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു റിവ്യൂ ദ കമ്പോസിഷൻ ഓഫ് ഫുൾ ബോർഡ് ആൻഡ് ചെക്ക് ദ എൻ്റർപ്രൈസ് ഓഫ് ദ ബോർഡ്. ഓക്കെ, ചെക്ക് ദ എക്സ്പെർട്ടൈസ് ഓഫ് ദ ബോർഡ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, പറഞ്ഞപ്പോൾ വായിച്ചപ്പോൾ പെട്ടെന്ന് മാറിപ്പോയതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്?
ഓർഗനൈസേഷനെ റിവ്യൂ ചെയ്യുക. ഓക്കെ, ബോർഡ് എത്രത്തോളം എക്സ്പെർട്ടൈസ് ആണ് എന്ന് ചെക്ക് ചെയ്യുക. ഇതൊക്കെയാണ് നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് അവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ ക്വാളിഫൈഡ് പേഴ്സൺ ടു ബി എ ഡയറക്ടർ, അപ്പോയിൻറ്റിംഗ് ആൻഡ് റിമൂവൽ ഓഫ് ബോർഡ് മെമ്പർ, ഡയറക്ടേഴ്സ് പെർഫോമൻസ് ഇവാലുവേഷൻ, സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, സക്സഷൻ പ്ലാനിങ്. ഓക്കെ, സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാം, ഡയറക്ടറുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡയറക്ടർ ആവാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺ ആരാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം, ബോർഡ് മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക, റിമൂവ് ചെയ്യുക. ഇതൊക്കെയാണ് നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റിയുടെ ഫംഗ്ഷൻസ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്ന 2 ബോർഡ് കമ്മിറ്റീസാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റി ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി. ഓക്കെ, അപ്പോൾ അതെന്താണെന്നോ അതിൻ്റെ മീനിങ് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കാം കേട്ടോ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ബോർഡ് കമ്മിറ്റിയുടെ ടൈപ്സ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ 5 മാർക്ക് സെഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇനി 20ാമത്തെ ചോദ്യമാണ് വാട്ട് ഈസ് ഇൻറ്റേർണൽ ഓഡിറ്റ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ കൺട്രോൾ ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ്. എന്താണ് ഇൻറ്റേർണൽ ഓഡിറ്റ്? ഇൻറ്റേർണൽ കൺട്രോളിൻ്റെയും ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെയും ഒരു ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 185 ഇൻറ്റേർണൽ ഓഡിറ്റ് എന്താണെന്നും അതുപോലെ ഇൻറ്റേർണൽ കൺട്രോൾ എന്താണെന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിലൊന്നും ഇൻറ്റേർണൽ ഓഡിറ്റും ഇൻറ്റേർണൽ കൺട്രോളും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ടെക്സ്റ്റിലൊന്നുമില്ല. പക്ഷേ നമുക്ക് ടെക്സ്റ്റിൽ ഇൻറ്റേർണൽ ചെക്കും ഇൻറ്റേർണൽ ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. അത് പേജ് നമ്പർ 187 188 അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഓഡിറ്റും ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കാം. അതിൽ തന്നെ ഇൻറ്റേർണൽ ഓഡിറ്റും ഇൻറ്റേർണൽ ചെക്കും തമ്മിലുള്ള ഡിഫറൻസ് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 5 മാർക്ക് സെഷനിൽ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 5 മാർക്ക് സെഷനിൽ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റേർണൽ ചെക്കും ഇൻറ്റേർണൽ ഓഡിറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. പക്ഷേ നമ്മളോട് ചോദിച്ചത് ഇൻറ്റേർണൽ ഓഡിറ്റും ഇൻറ്റേർണൽ കൺട്രോളും തമ്മിലുള്ള ഡിഫറൻസാണ്. അപ്പോൾ നിങ്ങൾ അതെന്താണെന്ന് വായിച്ച് നോക്കി അതിൻ്റെ മീനിങ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഡിഫറൻസ് നിങ്ങൾ 5 മാർക്കിന് എഴുതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇൻറ്റേർണൽ ചെക്കും ഇൻറ്റേർണൽ ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കാം. അടുത്ത 21ാമത്തെ ചോദ്യം എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ജനറലി അക്സെപ്റ്റഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, അതായത് ചില ജനറലി അക്സെപ്റ്റഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഓക്കെ, ആ ഓഡിറ്റിങ്ങിൻ്റെ അതായത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഓഡിറ്റിങ്ങിനാണ്. ആ ഓഡിറ്റിങ്ങിൻ്റെ ചില ജനറലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഓഡിറ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസാണ് നിങ്ങളിവിടെ പറയേണ്ടത്. അത് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഓഡിറ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് കിട്ടും. എങ്കിലും നമുക്കിവിടെ ജസ്റ്റ് പ്രിൻസിപ്പിൾസ് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയാം. Basic principles of auditing: integrity, objectivity and independence, confidentiality, skills and competence, documentation, planning of audit, audit evidence, accounting system and internal control, audit conclusion and reporting. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്ന ഓഡിറ്റിങ്ങിലെ പ്രിൻസിപ്പിൾസ്. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ നോക്കുകയാണെങ്കിൽ പേജ് നമ്പർ 57 58 ഈ ഒരു പ്രിൻസിപ്പിൾസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കാം. ഇനി 22ാമത്തെ ചോദ്യം നോക്കാം. ഡിസ്ക്രൈബ് ദ ടേം കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയർ, എക്സാമിൻ ദ സത്യം കമ്പ്യൂട്ടേഴ്സ് കേസ്. ഓക്കെ, എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ കേസാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയർ എന്നുള്ളത് നമുക്ക് ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അതിലൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ വരുന്നുണ്ട്. പ്രധാനപ്പെട്ട ചില കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയേഴ്സ് ഏതൊക്കെയാണെന്ന്. ഓക്കെ, അപ്പോൾ ആ ഇതിൽ വരുന്ന ഒരുവിധം ഫെയിലിയേഴ്സൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇതുപോലെ ഏതെങ്കിലും ഒരെണ്ണം പെർട്ടിക്കുലർ ആയിട്ട് ചിലപ്പോൾ ചോദിക്കും. 5 മാർക്ക് സെഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ ആ ഫെയിലിയേഴ്സ് എല്ലാം നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഓക്കെ, എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയർ? അതിൻ്റെ മീനിങ് പേജ് നമ്പർ 298 ആ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഇനി സത്യ കമ്പ്യൂട്ടേഴ്സ് കേസ് പേജ് നമ്പർ 302 സത്യ കമ്പ്യൂട്ടേഴ്സ് കേസ് മാത്രമല്ല വേറെ ഒരുപാട് കേസസ് നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. BCCI UK, മാക്സ്വെൽ കമ്മ്യൂണിക്കേഷൻ, എൻറൺ USA, സത്യം കമ്പ്യൂട്ടേഴ്സ് സർവീസ് ലിമിറ്റഡ്, ടാറ്റ ഫിനാൻസ്, കിങ്ഫിഷേഴ്സ് എയർലൈന്, അതുപോലെ റിച്ചോ ഇന്ത്യ, DFHL, ജെറ്റ് എയർവേസ്, കഫേ കോഫി ഡേ, ഇങ്ങനെ ഒരുപാട് ഫെയിലിയേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെക്കണം. അതുപോലെ ഏതെങ്കിലും ഒരെണ്ണം പെർട്ടിക്കുലറായിട്ട് 5 മാർക്ക് സെഷനിൽ ചോദിക്കും. ഇനി മൊത്തം ഫെയിലിയേഴ്സ് 10 മാർക്ക് സെഷനിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മേജർ കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയേഴ്സ് ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ 10 മാർക്ക് സെഷനിലും ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ സത്യം കമ്പ്യൂട്ടേഴ്സ് സർവീസ് ലിമിറ്റഡിൻ്റെ കേസ് ജസ്റ്റ് ഒന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ഇത്ര മാത്രം എഴുതിയാൽ പോരാട്ടോ, കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അതിന് നിങ്ങൾ ടെക്സ്റ്റ് കറക്റ്റായിട്ട് റെഫർ ചെയ്യാം. സത്യ കമ്പ്യൂട്ടേഴ്സ് വാസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് കൺസൾട്ടൻസി കമ്പനി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ വളരെ ഫേമസ് ആയുള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് കൺസൾട്ടൻസി കമ്പനിയാണ്. ഇറ്റ് വാസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ 1987
1987 ഇൻകോർപ്പറേറ്റ് ചെയ്തത്. ഒരു പ്രൈവറ്റ് സെക്ടർ കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫെയിലിയറിനുണ്ടായ റീസൺസ് എന്തൊക്കെയാണ്? മിസ്റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്റ്റുകളൊക്കെ മിസ്റെപ്രസെൻറ്റ് ചെയ്തു, എംബസൽമെൻറ്റ് ഓഫ് ഫണ്ട് എംബസൽ ചെയ്തു, ഇൻസൈഡർ ട്രേഡിംഗ് നടത്തി, അക്കൗണ്ടിങ് മാൾ പ്രാക്ടീസസ് ചെയ്തു, ലാക്ക് ഓഫ് വിജിലൻസ് ബൈ ഓഡിറ്റേഴ്സ് നല്ല രീതിയിൽ പ്രവർത്തിച്ചില്ല. ഇതൊക്കെയാണ് സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ ഫെയിലിയറിനുള്ള റീസൺസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൂടി പറയണം. ഓക്കെ, അപ്പോൾ എല്ലാ ഫെയിലിയേഴ്സും നിങ്ങൾ പഠിക്കുക. 5 മാർക്ക് സെഷനിലും അതുപോലെ തന്നെ 10 മാർക്ക് സെഷനിലും ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇനി 23ാമത്തെ ചോദ്യമാണ് ഈ ഒരു സെഷനിൽ വരുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് വൗച്ചിങ്? എക്സ്പ്ലെയിൻ ദ വൗച്ചിങ് പ്രൊസീജിയർ ഓഫ് പെറ്റി ക്യാഷ് ബുക്ക്. നമ്മൾ വെരിഫിക്കേഷനിൽ ക്യാഷ് അറ്റ് ബാങ്കിൻ്റെ വെരിഫിക്കേഷൻ പ്രോസസ്സ് ചോദിച്ചില്ലേ, അതുപോലെ തന്നെ വൗച്ചിങ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ പല സംഭവങ്ങളുടെയും വൗച്ചിങ് പ്രൊസീജിയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പെറ്റി ക്യാഷ് ബുക്കിൻ്റെ വൗച്ചിങ് പ്രൊസീജിയറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് നമുക്ക് എന്താണ് വൗച്ചിങ് എന്ന് ജസ്റ്റ് ഒന്ന് എഴുതാം. ഇറ്റ് മീൻസ് എ കെയർഫുൾ എക്സാമിനേഷൻ ഓഫ് ദ ഒറിജിനൽ ഡോക്യുമെൻ്ററി എവിഡൻസ് സച്ച് ആസ് ഇൻവോയ്സ്, റിസീവ്സ്, മൈന്യൂട്ട്സ്, കോൺട്രാക്ട്സ് എക്സെട്ര. ഓക്കെ, അതായത് ഇത്തരത്തിലുള്ള എവിഡൻസുകളെ, ഡോക്യുമെൻ്ററി എവിഡൻസ് ആയുള്ള ഇൻവോയ്സുകൾ, റെസീപ്റ്റുകൾ, മൈന്യൂട്ട്സ്, കോൺട്രാക്ട്സ്, ഇതിനെയൊക്കെ ഒന്ന് കെയർഫുള്ളായിട്ട് എക്സാമിൻ ചെയ്യാം. അതിനെയാണ് നമ്മൾ വൗച്ചിങ്. ഇതിൻ്റെയൊക്കെ ഒറിജിനൽ ഡോക്യുമെൻ്ററി എവിഡൻസിനെയാണ് കേട്ടോ നമ്മൾ കെയർഫുള്ളായിട്ട് എക്സാമിൻ ചെയ്യുന്നത്. ഇതിനെയാണ് വൗച്ചിങ് എന്ന് പറയുക. അപ്പോൾ അതിൽ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ വൗച്ചിങ് പ്രൊസീജിയറാണ് ചോദിച്ചത്. അപ്പോൾ കറക്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് പേജ് നമ്പർ 133, 134 കൂടാതെ അതിൻ്റെ ഒരു പിക്ചർ കൂടി ഞാൻ ഈ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കാം. പെറ്റി ക്യാഷ് ബുക്കിൻ്റെ വൗച്ചിങ് പ്രൊസീജിയറാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 5 മാർക്ക് സെഷനിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കി. ഇനി ലാസ്റ്റായിട്ട് സെഷൻ സി 10 മാർക്ക് സെഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം 4 ചോദ്യങ്ങളുണ്ടാവും, അതിലേതെങ്കിലും 2 എണ്ണം മാത്രമാണ് ആൻസർ ചെയ്യേണ്ടുള്ളൂ. ഇവിടെ നമുക്ക് സീലിംഗ് ഒന്നുമില്ല, അപ്പോൾ എല്ലാം ആൻസർ ചെയ്താലും നമുക്ക് മൊത്തം മാർക്ക് കിട്ടില്ല. ആകെ 20 മാർക്സേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ളത് നിങ്ങൾ നല്ലോണം പഠിച്ച ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മാർച്ച് 2023 ചോദിച്ച 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷേ ടെക്സ്റ്റിൽ ഏതു ഭാഗത്താണ് വരുന്നതെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. അപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം, വാട്ട് ഈസ് കോർപ്പറേറ്റ് ഗവേണൻസ്? എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻറ്റ് മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ്? അതിലെ കോർപ്പറേറ്റ് ഗവേണൻസിലെ പ്രധാനപ്പെട്ട മോഡൽസ് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന മീനിങ് നമ്മൾ 2 മാർക്ക് സെഷൻ്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ ആൻസർ പറഞ്ഞിരുന്നു അല്ലേ. പേജ് നമ്പർ 277 അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കാണാം. ഈ കോർപ്പറേറ്റ് ഗവേണൻസിലെ പ്രധാനപ്പെട്ട ചില മോഡൽസ് ഉണ്ട്. ഓക്കെ, ആ മോഡൽസാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അത് വരുന്നത് പേജ് നമ്പർ 281, 282, 283 ഇത്രയും പേജസിലായിട്ടാണ് മോഡൽസ് വരുന്നത്. മോഡൽസ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് വരുന്നത് ദ അമേരിക്കൻ മോഡൽ, യുണൈറ്റഡ് കിങ്ഡം ഓർ കോമൺവെൽത്ത് മോഡൽ, ദ കോണ്ടിനെൻ്റൽ യൂറോപ്യൻ മോഡൽ, ജാപ്പനീസ് ബിസിനസ് നെറ്റ്വർക്ക് മോഡൽ, ഏഷ്യൻ ഫാമിലി ബേസ്ഡ് മോഡൽ. ഇങ്ങനെ 5 മോഡൽസാണ് പ്രധാനമായിട്ട് വരുന്നത് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മോഡൽസ്. ഇതെന്താണെന്ന് ഞാൻ ഈ പറഞ്ഞ പേജസിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ എന്താണ് അവിടെ ഉദ്ദേശിച്ചത് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിക്കണം. അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ പഠിക്കണം. എന്നിട്ട് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു മീനിങ് കൊടുക്കുക. അതിനുശേഷം ഈ മോഡൽസ് ആദ്യം ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് ഓരോ മോഡലും എന്താണെന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് എഴുതുക. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റിനെ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അടുത്ത 25ാമത്തെ ചോദ്യം 10 മാർക്ക് എസ്സേ സെഷനിൽ ചോദിച്ച ചോദ്യമാണ്. എക്സ്പ്ലെയിൻ ദ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ. ഓക്കെ, ഒരു ഓഡിറ്ററുടെ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ലയബിലിറ്റീസ് ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലിപ്പോൾ റൈറ്റ്സ് മാത്രമായിട്ട് 5 മാർക്കിന് ചോദിക്കുക, അല്ലെങ്കിൽ ഡ്യൂട്ടീസ് മാത്രമായിട്ട് 5 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ ഓഡിറ്ററുടെ ലയബിലിറ്റീസ് മാത്രമായിട്ട് 5 മാർക്കിന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് 5 മാർക്ക് സെഷനിലും 10 മാർക്ക് സെഷനിലും ഒക്കെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളത് ക്ലിയർ ആയിട്ട് പഠിക്കണം. ഓഡിറ്ററുടെ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ലയബിലിറ്റീസ് ക്ലിയർ ആയിട്ട് പഠിക്കാം. അപ്പോൾ ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ പേജ് നമ്പർ 219, 220, 221, അതുപോലെ 222, 223, 224, 225 ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ റൈറ്റ്സും ഡ്യൂട്ടീസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ഒരുപാട് റൈറ്റ്സും ഡ്യൂട്ടീസും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പേജസിൽ വരുന്ന മൊത്തം കാര്യങ്ങളും എല്ലാ പോയിൻറ്സും കൂടെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. അതിൽ കറക്റ്റ് പോയിൻറ്റ്സ് പഠിക്കുക. അതിൻ്റെ ഉള്ളിൽ വരുന്ന പോയിൻറ്റ്സ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഓക്കെ, ഒരു 10 മാർക്കിന് എങ്ങനെയാണോ അതിനനുസരിച്ച് എഴുതുക. അപ്പോൾ റൈറ്റ്സിൽ തന്നെ റൈറ്റ് ഓഫ് ആക്സസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് വൗച്ചേഴ്സ്, റൈറ്റ് ടു വിസിറ്റ് ബ്രാഞ്ചസ്, റൈറ്റ് ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ, റൈറ്റ് ടു കറക്റ്റ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്, റൈറ്റ് ടു കമൻറ്റ് ഓൺ ഇൻഅഡിക്വസി ഓഫ് ദ അക്കൗണ്ടിങ് സിസ്റ്റം. അങ്ങനെ ഓഡിറ്ററുടെ ഒരുപാട് റൈറ്റ്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്യൂട്ടീസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്യൂട്ടീസ് തന്നെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ഉണ്ട്, ഡ്യൂട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് കോമൺ ലോ, ഡ്യൂട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് പ്രൊഫഷണൽ എത്തിക്കറ്റ്, ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ബൈ ലീഗൽ ഓർ കോർട്ട് ഡിസിഷൻസ്. അങ്ങനെ ഡ്യൂട്ടീസിനെ തന്നെ പലതായി തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ വീണ്ടും കുറേ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ 10 മാർക്കിന് അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഓഡിറ്ററുടെ റൈറ്റ്സും ഡ്യൂട്ടീസും അതുപോലെ തന്നെ ലയബിലിറ്റീസ് ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ വരുന്നുണ്ട്. അത് പേജ് നമ്പർ 229, 230, 231, 232 ഇത്രയും പേജസിലായിട്ടാണ് ഓഡിറ്ററുടെ ലയബിലിറ്റീസ് വരുന്നത്. അതിൽ തന്നെ സിവിൽ ലയബിലിറ്റി ഉണ്ട്, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ട്. ഓക്കെ, അങ്ങനെ ലയബിലിറ്റീസിനെ തന്നെ പലതാക്കി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ ഓഡിറ്ററുടെ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ലയബിലിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി 26ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിൻ്റെ പ്രൊസീജിയറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റിൽ ഒരു ഓഡിറ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞ ഇനി അവസാനത്തെ ചോദ്യം, വാട്ട് ഈസ് ഓഡിറ്റ് പ്ലാനിംഗ്? എനുമറേറ്റ് ദ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ക്വാളിറ്റീസ് റിക്വയർഡ് ബൈ ആൻ ഓഡിറ്റർ. ആദ്യം ചോദിച്ചത് എന്താണ് ഓഡിറ്റ് പ്ലാനിംഗ് എന്നാണ്. അത് ഞാനിപ്പോൾ പറഞ്ഞ പേജല്ല, പേജ് നമ്പർ 77 ഓഡിറ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ തുടക്കത്തിൽ ഓഡിറ്റ് പ്ലാനിങ്ങിൻ്റെ മീനിങ് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കാം. പിന്നെ ഓഡിറ്ററുടെ പേഴ്സണൽ ക്വാളിറ്റീസും പ്രൊഫഷണൽ ക്വാളിറ്റീസും ആണ്. ഞാൻ പറഞ്ഞു 2-3 വീഡിയോസ് ക്ലാസ്സസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓഡിറ്ററുടെ പ്രൊഫഷണൽ ക്വാളിറ്റീസും പേഴ്സണൽ ക്വാളിറ്റീസും. അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഞാനത് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, 5 മാർക്ക് സെഷനിലും 10 മാർക്ക് സെഷനിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ഓഡിറ്ററുടെ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ക്വാളിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓഡിറ്റിങ്ങിൻ്റെ ക്ലാസ്സസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. എക്സാം ആവാറായതുകൊണ്ട് നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്